കോട്ടയം ജില്ലയിലെ രാജേഷ് ശരണ്യ ദമ്പതികളുടെ 2.5 വയസ്സുള്ള കുട്ടിക്ക് ട്യൂബറസ് ലിറോസിസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ്. ആ അസുഖത്തിനുള്ള മരുന്ന് എവിടെയും ലഭിക്കുന്നില്ല. അങ്ങനെ അവർ 20 ലക്ഷം പേരുള്ള ഫേസ്ബുക്കിലെ ഗ്രൂപ്പായിട്ടുള്ള GNPCയിൽ ഇത് ചർച്ചയ്ക്ക് വെച്ചു. 5 ദിവസം വലിയ ചർച്ച നടന്നു. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. അവർക്കാർക്കും ഈ രോഗത്തിനുള്ള മരുന്നെത്തിക്കാൻ സാധിച്ചില്ല. സബ്രി 500 mg ഫിലിം ടാബ്ലറ്റ് ആണ് ഈ അസുഖത്തിനുള്ള മരുന്ന്. ഒടുവിൽ രാജേഷ് ശരണ്യ ദമ്പതികൾ യൂത്ത് ലീഗിൻ്റെ അഥവാ മുസ്ലിം ലീഗിൻ്റെ സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള വൈറ്റ് ഗാർഡ് വളണ്ടിയറുമായി ബന്ധപ്പെട്ടു. വൈറ്റ് ഗാർഡ് വളണ്ടിയർമാർ ഈ മരുന്നിന് വേണ്ടിയിട്ട് ചെന്നൈ, ഡൽഹി, അങ്ങനെ ഇന്ത്യയിലെ എല്ലാ കോണുകളിലും അന്വേഷിച്ചു. എവിടെയും ഇപ്പോൾ ഈ മരുന്ന് ലഭ്യമല്ല. അങ്ങനെ അവസാനം എന്ത് ചെയ്യണമെന്നറിയാതെ ഈ വിവരം പാണക്കാട് തറവാടിലേക്ക് എത്തുന്നു. പാണക്കാട്ടെ തറവാടിൽ നിന്ന് ഈ വിവരം ദുബായ് KMCCയിലേക്ക് എത്തുന്നു. ദുബായ് KMCC ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തുന്നു. 2.5 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ട് KMCC ഒടുവിൽ ദുബായിൽ നിന്ന് ആ മരുന്ന് കണ്ടെത്തുന്നു. സബ്രി 500 mg ഫിലിം ടാബ്ലറ്റ് അത് ഒരുപാട് പ്രയത്നങ്ങൾക്കൊടുവിൽ KMCC കണ്ടെത്തി. ദുബായിൽ നിന്ന് ആ മരുന്ന് ഇനി നാട്ടിലേക്ക് എത്തിക്കണം. ആ മരുന്ന് KMCCക്കാർ കണ്ടെത്തിയതിനെ തുടർന്ന് അവരുടെ കയ്യിൽ ആ മരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ആ ദമ്പതികൾ വല്ലാതെ സന്തോഷിച്ചു. 2.5 വയസ്സുള്ള കൃഷ്ണേന്ദുവിന് മാത്രമല്ല, പാലയിലെ വേദിക, കാഞ്ഞിരപ്പള്ളിയിലെ ആർദ്ര എന്നിവർക്കും മരുന്ന് ആവശ്യമാണ്. അങ്ങനെ KMCCക്കാരുടെ കയ്യിലുള്ള മരുന്ന് നാട്ടിലെത്തിക്കണം. പക്ഷേ അവിടെ ഒരു ചെറിയ വിഷയമുണ്ടായി. ആ മരുന്ന് നാട്ടിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ 50,000 രൂപ ആവശ്യമുണ്ട്. 50,000 രൂപ ചിലവഴിച്ചാൽ മാത്രമേ ആ മരുന്ന് നാട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ആ വിഷയം ആ ദമ്പതികളെ വേട്ടയാടിയപ്പോൾ അവിടെയും പാണക്കാട്ട് നിന്ന് ഒരു സ്വരം പുറത്തു വന്നു. ആ സ്വരം ഇതാണ്: ആ 50,000 രൂപ യൂത്ത് ലീഗ് വഹിക്കും, അഥവാ യൂത്ത് ലീഗ് അതിനുള്ള ഏർപ്പാട് ചെയ്യും. ഈ വിവരം MP PB അബ്ദുൽ വഹാബിന്റെ മകൻ അറിഞ്ഞപ്പോൾ അബ്ദുൽ വഹാബിന്റെ മകൻ ആ 50,000 രൂപ ചിലവഴിക്കാൻ തയ്യാറായി. അങ്ങനെ സബ്രി 500 mg ഫിലിം ടാബ്ലറ്റ് കേരളത്തിലെത്തുന്നു, കോട്ടയം ജില്ലയിലെത്തുന്നു, ആ ദമ്പതികൾക്കെത്തുന്നു, മറ്റുള്ളവരിലേക്ക് എത്തുന്നു. അങ്ങനെ അവർ മരുന്നെത്തിയതിൽ സന്തോഷിക്കുന്നു. വൈറ്റ് ഗാർഡിന്, യൂത്ത് ലീഗിന്, KMCCക്ക് അവർ നന്ദി പറയുന്നു. അങ്ങനെ അവർ നന്ദി പറയുമ്പോൾ ഈ വിവരം എല്ലാവരും അറിയേണ്ടതുണ്ട്. മഹത്തായ ഒരു സേവനമാണ് പാണക്കാട്ട് നിന്നും ഉയർന്നു വന്നത്. ഒരു കുട്ടിക്ക് മരുന്ന് ആവശ്യമുണ്ടാകുമ്പോൾ 20 ലക്ഷം പേരുള്ള ഗ്രൂപ്പിന് അത് സാധിക്കാതെ വന്നപ്പോൾ കൃത്യമായ ഇടപെടലിലൂടെ ആ മരുന്ന് എത്തിച്ചു കൊടുത്ത് സ്വന്തം നാടിനോടുള്ള, സ്വന്തം ജനങ്ങളോടുള്ള, സഹോദര മതങ്ങളോടുള്ള ആ സ്നേഹം വിളിച്ചോതാൻ പാണക്കാട്ടെ തറവാട്ടുകാർ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വേറെ എന്തുണ്ട്? ഈ വിവരം എനിക്കറിയിക്കുന്നത് എൻ്റെ അധ്യാപകനാണ്. അദ്ദേഹം ഈ വിവരം മംഗളം വാർത്തയിൽ വന്നതിനെ തുടർന്ന് എനിക്ക് മംഗളം വാർത്തയുടെ ആ ഒരു റിപ്പോർട്ട് എനിക്ക് അയച്ചു തരികയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഈ വിവരം എല്ലാവരിലേക്കും എത്തിക്കണമെന്ന്. എനിക്ക് ആ വാർത്ത വായിച്ചപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി. കേരളത്തിൻ്റെ മതേതരത്വത്തെ കുറിച്ചോർത്ത് വല്ലാത്തൊരു അഭിമാനം തോന്നി. ഈ അഭിമാനത്തിൽ ഞാനൊരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് വൈറ്റ് ഗാർഡിന്, KMCCക്ക്, പാണക്കാട്ടെ മുനവ്വർ അലി ശിഹാബ് തങ്ങൾക്ക്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.